Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah walhamdulillah salatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in amma ba'd. ഇപ്പോൾ ജോഡീസ് ഫോണിൻ്റെ അവസാന ഭാഗത്തിലേക്കാണ് നാം കടക്കുന്നത്. അപ്പോൾ ജോഡി ഫോണുമായിട്ട് കിട്ടി വീട്ടിലേക്ക് നടക്കുന്ന ആ ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ പാഠം അവസാനിച്ചത്. ഇനി വീട്ടിലേക്ക് എത്തി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. നോക്കാം. His arms began to ache and he was forced to stop again. When he walked on, the phone followed him at once. His arms, നമ്മളെ ജോഡിയുടെ ആംസ്, കൈകൾ, began to ache. Ache എന്ന് പറഞ്ഞാൽ പെയിൻ. അപ്പോൾ ഹെഡ് ഏക്ക് എന്നൊക്കെ പറയണതിൻ്റെ ഏക്കിൻ്റെ സ്പെല്ലിങ് ഇതാണ്. ബിഗാൻ ടു ഏക്ക്. അങ്ങനെ നമ്മളെ മാൻകുട്ടിയെയും പിടിച്ചിട്ടല്ലേ നടക്കുന്നത്, അപ്പോൾ കൈ വേദനയാവാൻ തുടങ്ങി. ആൻഡ് ഹി വാസ് ഫോഴ്സ്ഡ് ടു സ്റ്റോപ്പ് അഗെയിൻ. അവന് നിർത്താൻ നിർബന്ധിതനായി. ഹി വാസ് ഫോഴ്സ്ഡ്, അവൻ നിർബന്ധിതനായി. ടു സ്റ്റോപ്പ് അഗെയിൻ, വീണ്ടും യാത്ര നിർത്താൻ നിർബന്ധിതനായി. വെൻ ഹി വാക്ക്ഡ് ഓൺ. ഇനി വെൻ ഹി വാക്ക്ഡ് ഓൺ, നമ്മളുടെ ജോഡി നടക്കാൻ തുടങ്ങിയാൽ, ദ ഫോൺ ഫോളോഡ് ഹിം അറ്റ് വൺസ്. അതേസമയം നമ്മുടെ ഫോണും അവനെ പിന്തുടരുന്ന ഒരവസ്ഥയിലെത്തി. മനസ്സിലായോ? അപ്പോൾ ഓനിഞ്ഞ് എവിടെ നിർത്തിയാണ്ട് കുറച്ച് നിന്ന് പിന്നെ നടക്കാൻ പോകുമ്പോൾ ഫോൺ എന്ത് ചെയ്യും, അതിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു സന്ദർഭം ആയിപ്പോൾ. കാരണം അവനെ പരിചയമായല്ലോ. He allowed it to walk a little distance. He allowed, ജോഡി അനുവദിച്ചു, ഇറ്റ് നമ്മളുടെ ഫോണിനെ ടു വാക്ക് എ ലിറ്റിൽ ഡിസ്റ്റൻസ്, കുറച്ചൊക്കെ നടക്കാനുള്ള സമ്മതം കൊടുത്തു, അങ്ങനെ കുറച്ചൊക്കെ നടത്തിപ്പിച്ചു എന്നർത്ഥം. ദെൻ പിക്ക്ഡ് ഇറ്റ് അപ്പ് അഗെയിൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ എടുത്തു. ദ ഡിസ്റ്റൻസ് ഹോം വാസ് നത്തിങ്. അപ്പം ഇനി വീട്ടിലേക്കുള്ള ദൂരം വല്ലാതൊന്നുമില്ല, അതിനാണ് ദ ഡിസ്റ്റൻസ് ഹോം വാസ് നത്തിങ്. ഇനി വീട്ടിലേക്കുള്ള ദൂരം വല്ലാതെ ഒന്നുമില്ല. ഹീ കുഡ് ഹാവ് വാക്ക്ഡ് all day and into the night. He could have walked all day and into the night, carrying it and watching it follow. He could have walked all day. He could, അവൻ നമ്മളെ ജോഡി, have walked, അവൻ നടന്നു, all day, ദിവസം മുഴുവൻ, and into the night, അപ്പോൾ നൈറ്റ് ആവാനായി അതുവരെ അവൻ നടന്നു. ക്യാരിയിങ് ഇറ്റ്, നമ്മളെ ഫോണിനെ കയ്യിലെടുത്തിട്ട്, ആൻഡ് വാച്ചിങ് ഇറ്റ് ഫോളോ, എന്നിട്ട് കയ്യിലെടുക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇനി അവനെ പിന്തുടരുന്നുണ്ടോ നോക്കും, വെച്ചിട്ട് അവൻ പിന്തുടരുന്നുണ്ടോ എന്ന് നോക്കും ചെയ്യും. അങ്ങനെ റെസ്റ്റ് എടുത്തിട്ടും ഇരുന്നിട്ടും ഒക്കെ ആയിട്ട് അവൻ ഇങ്ങനെ യാത്ര തുടങ്ങാൻ. ഹി വാസ് വെറ്റ്, അവൻ നനഞ്ഞിരുന്നു, ജോഡി നനഞ്ഞിരുന്നു. വിത്ത് സ്വെറ്റ്, വിയർപ്പ് കൊണ്ട്. സ്വെറ്റ് എന്ന് പറഞ്ഞാൽ വിയർപ്പ്, അറിയില്ലേ? ബട്ട് എ ലൈറ്റ് ബ്രീസ്, പക്ഷേ നേരിയ ഒരു ഇളം തെന്നൽ, ഇളം കാറ്റ്, മന്ദമാരുതൻ. ബ്ലൂ, അതടിച്ചു വീശി, തലോടി എന്നൊക്കെ പറയാം. മന്ദമാരുതൻ അടിച്ചു വീശൂലല്ലോ. ത്രൂ ദ ജൂൺ മോർണിംഗ്. ജൂൺ മോർണിംഗ് എന്ന് പറഞ്ഞാൽ, ജൂൺ എന്ന് പറഞ്ഞാൽ ഒരു തണുപ്പ് സീസണാണ്. അപ്പം ജൂൺ മോർണിംഗിൽ അടിക്കുന്നത് പോലെ ഒരു തണുത്ത കാറ്റ് ഇങ്ങനെ മെല്ലെ മെല്ലെ അടിച്ചു. കൂളിങ് ഹിം, അതവനെ എന്താക്കി, അവൻ നല്ല വിയർത്തിരുന്നു, അപ്പോൾ അവനൊരു കൂളാക്കി. ഞാനത്തെ ആകാശം പറയാണ്. ദ സ്കൈ വാസ്, ആകാശം എങ്ങനെയായിരുന്നു? ദ സ്കൈ വാസ്, ആകാശം ആസ് എ ക്ലിയർ, വളരെ ക്ലീൻ ആയിരുന്നു. ആസ് എ സ്പ്രിംഗ് വാട്ടർ, അരുവിയിലെ വെള്ളം പോലെ ക്ലിയർ ആയിരുന്നു. ഇൻ എ ബ്ലൂ ചൈന കപ്പ്, വെള്ളം ഒരു ബ്ലൂ, നീല നിറത്തിലുള്ള ഇങ്ങനെ വൃത്തിയുള്ള പ്യുവറായിട്ടുള്ള വാട്ടർ ഒരു നീല ചൈന കപ്പിൽ വെച്ച് കഴിഞ്ഞാൽ എന്താക്കരാം അവസ്ഥ, അതുപോലെ. അപ്പം ഇങ്ങനെ തെളിഞ്ഞ ആകാശം ഇങ്ങനെ കാണുന്നുണ്ട് എന്നാണ് അർത്ഥം. ദ സ്കൈ വാസ് എ ക്ലിയർ, സ്കൈ ക്ലിയർ ആയിരുന്നു, അതിലൊരു മേഘങ്ങളും ഇല്ല. ആസ് എ സ്പ്രിംഗ് വാട്ടർ, ഒരു അരുവിയിലെ വെള്ളം. ഇൻ എ ബ്ലൂ ചൈന കപ്പ്, ഒരു ബ്ലൂ ചൈന കപ്പിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാകും, അപ്പോൾ നമ്മൾ വെള്ളത്തെ നോക്കിയാൽ എങ്ങനെയാണോ അതേപോലെയാണ് ആകാശം. ഹീ കെയിം ടു ദ ക്ലിയറിംഗ്, അപ്പോൾ അവൻ ആ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഇറ്റ് വാസ് ഫ്രഷ് ആൻഡ് ഗ്രീൻ ആഫ്റ്റർ ദ നൈറ്റ്സ് റൈൻ. ഇറ്റ് വാസ് ഫ്രഷ്,
അവിടെ ആ ഒഴിഞ്ഞ സ്ഥലമൊക്കെ എന്താണ്, ഫ്രഷ് ആയിരുന്നു ആൻഡ് ഗ്രീൻ, പച്ചയായിരുന്നു. ആഫ്റ്റർ ദ നൈറ്റ്സ് റെയിൻ, രാത്രിയിലെ മഴ കാരണം അവിടെ പച്ചയുണ്ടായിരുന്നു. ഹീ ഫംബിൾഡ് വിത്ത് ലാച്ച്. ഫംബിൾ, ഞാൻ വീട്ടിൻ്റെ മുറ്റത്തേക്ക് എത്തി. ക്ലിയറിംഗ് എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ മുറ്റത്തുള്ള ആ ഒഴിഞ്ഞ സ്ഥലം, അവിടേക്ക് എത്തി. ഹീ ഫംബിൾഡ്, അവ ഇങ്ങനെ തപ്പിത്തടഞ്ഞു. വിത്ത് ദ ലാച്ച്. ലാച്ച് എന്ന് പറഞ്ഞാൽ കുറ്റി, കുളത്ത്, വീടിൻ്റെ ഗേറ്റിൻ്റെ ആ കുറ്റി തുറക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ തപ്പിത്തടഞ്ഞു. ഒരു ബെത്തപ്പാട് അല്ലേ, ഒരു ബേജാറാവൽ എന്നൊക്കെ പറയാം. ഫംബിൾഡ്, ഒരു പരിങ്ങലെന്നുണ്ട്. ഈ ഫംബിൾഡ് വിത്ത് ദ ലാച്ച്, അവനെന്താണ് ആ കുറ്റി തുറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി, ഒന്നിങ്ങനെ ഒരു തപ്പിത്തടയലൊക്കെ ഉണ്ടായി. ആൻഡ് വാസ് ഫൈനലി, അവൻ്റെ കയ്യിൽ എന്തായിരുന്നു, അപ്പോൾ ആ ഇതുണ്ടായിരുന്നു, ഫോൺ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് കുറ്റി തുറക്കാൻ പെട്ടെന്ന് കഴിഞ്ഞില്ല. ആൻഡ് ഫൈനലി ഒബ്ലൈഡ് ടു സെറ്റ് ഡൗൺ, അവൻ നിർബന്ധിതനായി ടു സെറ്റ് ഡൗൺ ദ ഫോൺ, ഫോണിനെ നിലത്ത് വെക്കാൻ, ടു മാനേജ് ഇറ്റ്, ആ കുറ്റി തുറക്കാൻ വേണ്ടിയിട്ട്, ടു മാനേജ് ഇറ്റ്, അത് മാനേജ് ചെയ്യാൻ എന്താണ്, കുറ്റി തുറക്കാൻ വേണ്ടിയിട്ട് ഫോണിനെ നിലത്ത് വെച്ചു. ദെൻ ഹി ഹാഡ് ആൻ ഐഡിയ, അപ്പോൾ നമുക്കൊരു നിലത്ത് വെച്ചപ്പോൾ നമുക്കൊരു ഐഡിയ തോന്നി. എന്താ അറിയോ, ഹി വുഡ് വാക്ക് ഇൻ ടു ദ ഹൗസ്, നമ്മുടെ ജോഡി വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് പോവും. ഇൻ ടു പെന്നീസ് ബെഡ്റൂം, അച്ഛൻ്റെ ബെഡ്റൂമിലേക്ക്. വിത്ത് ദ ഫോൺ വാക്കിംഗ് ബിഹൈൻഡ് ഹിം, അങ്ങനെ ഫോണ് അവൻ്റെ പിന്നാലെ നടന്നിങ്ങനെ വരും എന്നാണ് അവൻ്റെ ഒരു ഐഡിയ. വീട്ടിലേക്ക് കയറുകയാണല്ലോ. ബട്ട് അറ്റ് ദ സ്റ്റെപ്സ്, പക്ഷെ അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ദ ഫോൺ ബാക്കഡ്, ഫോൺ എന്താണ്, അൺവില്ലിങ് ടു ഡു, അത് ബാക്കഡ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റെപ്പ് കയറാൻ തുനിഞ്ഞില്ല, ശ്രമിച്ചില്ല എന്നർത്ഥം. മനസ്സിലായോ? അൺവില്ലിങ് ടു ഡു, ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹമില്ലായിരിക്കാം. ദ ഫോൺ ബാക്കഡ്, അത് തുനിഞ്ഞില്ല. ആൻഡ് റെഫ്യൂസ് ടു ക്ലൈം ദം, സ്റ്റെപ്പ് കയറാൻ വേണ്ടിയിട്ട് അത് നിരസിച്ചു. ഹീ പിക്ക്ഡ് ഇറ്റ് അപ്പ്, പിന്നെയും എന്ത് ചെയ്തു, ജോഡി അതിനെടുത്തു. ആൻഡ് വെൻറ്റ് ടു ഹിസ് ഫാദർ, അച്ഛൻ്റെ റൂമിലേക്ക് പോയി. പെന്നി ലേ വിത്ത് ക്ലോസ്ഡ് ഐസ്, അച്ഛൻ ഫാദർ പെന്നി അവിടെ കണ്ണു പൂട്ടി ഇങ്ങനെ കിടക്കുകയായിരുന്നു. ജോഡി കാൾഡ്, പാ ലുക്ക്, അച്ഛാ നോക്കൂ എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത ഭാഗം. പെന്നി ടേൺഡ് ഹിസ് ഹെഡ്, പെന്നി തല തിരിച്ചു. ജോഡി സ്റ്റുഡ് ബിസൈഡ് ഹിം, ജോഡി അവൻ്റെ അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നു. ദ ഫോൺ ക്ലച്ച്ഡ് ഹാർഡ് അഗൈൻസ്റ്റ് ഹിം, ദ ഫോൺ, ആ മാൻകുട്ടി, ക്ലച്ചഡ്, അത് പിടിച്ചിരിക്കുന്നു. ഹാർഡ് അഗൈൻസ്റ്റ് ഹിം, അവൻ്റെ എതിരെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു. അവൻ്റെ അടുത്ത്, അവനെ തന്നെ ചേർത്ത് ഇങ്ങനെ ഹെൽഡ്, അവനെ ക്ലച്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവനെ എടുത്തെന്താണ്, ക്ലച്ച്ഡ് ഹാർഡ് അഗൈൻസ്റ്റ് ഹിം, അവന് നേരെ എന്താണ്, അതിങ്ങനെ ശക്തമായി അതിന് ജോഡിയെ പിടിച്ചിങ്ങനെ നിൽക്കുന്നു. It seemed to Penny that the boy's eyes were as bright. It seemed, ആ സമയത്ത് തോന്നി, ടു പെന്നി, പെന്നിക്ക് തോന്നി, എന്താ അറിയോ, ദാറ്റ് ദ ബോയ്സ് ഐസ്, അവൻ്റെ കണ്ണുകൾ, വേർ ആസ് എ ബ്രൈറ്റ്, ഭയങ്കര ശോഭിച്ച് നിൽക്കുന്നു. ബ്രൈറ്റ് പറഞ്ഞാൽ അല്ലേ, യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ, നല്ല ഭാവി ഉണ്ട് എന്നുള്ളതിന് ബ്രൈറ്റ് എന്നല്ല പറയാം. അപ്പോൾ ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നു. ആസ് ദ ഫോൺസ്, ഫോൺ, മാൻപേടയുടെ കണ്ണിങ്ങനെ പ്രകാശിക്കുന്നത് പോലെ മോനായ ജോഡിയുടെയും കണ്ണിങ്ങനെ പ്രശോഭിച്ചിങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ കാണുന്നു. ഹീ സെഡ്, എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഐ ആം ഗ്ലാഡ് ടു യു ഫൗണ്ട് ഹിം, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഐ ആം ഗ്ലാഡ്, എനിക്ക് വളരെ സന്തോഷമുണ്ട്. യു ഫൗണ്ട് ഹിം, നീ ഫോണിനെ കണ്ടെത്തിയല്ലോ എന്നതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ജോഡി ദെൻ വെന്റ് ടു ദ കിച്ചൺ, ജോഡി കിച്ചണിലേക്ക് പോയി. ദ ഫോൺ വോബിൾഡ് ആഫ്റ്റർ ഹിം, വോബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ അർത്ഥം പഠിച്ചത്, അങ്ങനെ നടക്കാൻ കഴിയാതെ കാലൊരു വിറയലൊക്കെ ഉണ്ടാവുന്നതിനാണ് വോബിൾ എന്ന് പറയാം അല്ലേ. ആഫ്റ്റർ ഹിം, അതിനാണ് വോബിൾ എന്ന് പറയാൻ നമ്മൾ മറ്റേ കഴിഞ്ഞ ഇതിൽ എഴുതിയിട്ടുണ്ട്, വോബിൾ അർത്ഥം അല്ലേ. അപ്പോൾ അവനിങ്ങനെ പോയപ്പോൾ, ഓന് കിച്ചണിലേക്ക് പോയപ്പോൾ കൂടെ ഫോൺ വോബിൾഡ് ആഫ്റ്റർ ഹിം, അവൻ പോയതിന് ശേഷം ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ഒരു പതർച്ച അല്ലേ, ഒരു ചാഞ്ചാടി ഇങ്ങനെ പോയി എന്നർത്ഥം. എ പാൻ ഓഫ് മോർണിംഗ്സ് മിൽക്ക്, പാൻ പാത്രം അല്ലേ, എ പാൻ ഫ്രൈ പാൻ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ എ പാൻ ഓഫ് മോർണിംഗ്സ് മിൽക്ക്, രാവിലത്തെ പാലിൻ്റെ ഒരു പാത്രം, ഷുഡ് ഇൻ ദ കിച്ചൺ,
അത് കിച്ചണിലുണ്ടായിരുന്നു. കിച്ചൺ സേഫായിട്ട് കിച്ചണിലുണ്ട്. ദ ക്രീം ഹാഡ് റൈസൺ ഓൺ ഇറ്റ്. പാലിങ്ങനെ നൊരച്ചു പോകുമല്ലോ അല്ലേ, അതിൻ്റെ നൊര, ക്രീം, ഒരു വെള്ള, അത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ട് നൊര. ഹീ സ്കിമ്മഡ് ദ ക്രീം. അവനെന്ത് ചെയ്തു? സ്കിമ്മഡ്, അത് ഒഴിവാക്കി. ദ ക്രീം അവൻ ഒഴിവാക്കി. ഇൻ ടു എ ജഗ്, വേറൊരു ജഗ്ഗിലേക്ക്. ആൻഡ് ഹീ പവർ എന്ന് പറഞ്ഞാൽ ഒഴിക്കുക. നമ്മൾ നേരത്തെ കോഫി പവേർഡ് എന്നുള്ളത് പവേർഡ് പഠിച്ചാണ്. ഹീ പവേർഡ് മിൽക്ക് ഒഴിക്കുക. ഇൻ ടു എ സ്മോൾ ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മത്തങ്ങ, ചരങ്ങ എന്നൊക്കെ ഉള്ള ഒരു പച്ചക്കറിക്ക് പറയുന്ന പേരാ ഗൗഡ്. പക്ഷേ ഈ ഇപ്പോൾ വത്തക്ക കണ്ടില്ലേ, വത്തക്കൻ്റെ ഹാഫ് മുറിച്ചിട്ട് അതിൻ്റെ തോടുണ്ടല്ലോ, ഈ തോടിൽ വെള്ളമാക്കിക്കൂടെ? അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ ഫ്രൂട്ട്സ്, പച്ചക്കറികളിൽ അങ്ങനത്തെ പോലത്തെ വട്ടത്ത് മത്തങ്ങ അങ്ങനത്തെ പോലത്തേലൊക്കെ എന്ത് ചെയ്യും, അത് റൗണ്ടുള്ള സാധനം, അവിടുത്തെ സാധനം ഒഴിവാക്കിയിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെക്കാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഗൗഡ് എന്ന് ശരിക്കർത്ഥം എന്താണ്? ചരങ്ങ അല്ലെങ്കിൽ മത്തൻ ഇങ്ങനത്തെ പോലത്തെ പച്ചക്കറിക്ക് പറയുന്ന പേരാണ്. പക്ഷെ ഇവിടെ നമുക്ക് പറയാം റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബൗൾ എന്നർത്ഥം വെക്കാം, റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രം. അപ്പോൾ ഹീ പവേർഡ് അവൻ മിൽക്ക് ഒഴിച്ചു. ഇൻ ടു എ സ്മോൾ ഗോഡ്, ഒരു ചെറിയ വട്ടപാത്രത്തിലേക്ക് ഒഴിച്ചു. ഹീ ഹെൽഡ് ഇറ്റ്സ് ഔട്ട് ടു ദ ഫോൺ. എന്നിട്ട് അവൻ പിടിച്ചു. ഔട്ട് ടു ദ ഫോണിന് ഇങ്ങനെ കൊടുത്തു. ഇറ്റ് ബട്ടഡ് ഇറ്റ്. പക്ഷേ നമ്മളുടെ മാൻപേട ബട്ടഡ് ഇറ്റ്, അത് തട്ടിമാറ്റി. പുഷ്ഡ്, ബട്ടഡ്, തട്ടിമാറ്റി. സ്മെല്ലിങ് ദ മിൽക്ക് സഡൻലി, ഹി ബട്ടഡ് ഇറ്റ് സഡൻലി, പെട്ടെന്ന് തട്ടിമാറ്റി. സ്മെല്ലിങ് ദ മിൽക്ക്, മിൽക്കൊന്ന് ജസ്റ്റ് വാസനിച്ചിട്ട് അത് തട്ടിമാറ്റി. ഹി സെർവ്ഡ് ഇറ്റ് പ്രിക്കാരിയസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി സെർവ്ഡ്, ജോഡി സെർവ് ചെയ്തു, രക്ഷിച്ചു. ഇറ്റ്, ആ പാലിനെ, പ്രിക്കാരിയസ്ലി, വളരെ ഡേഞ്ചറസ്ലി പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായി നമുക്ക് ഇവിടെ അർത്ഥം വെക്കാം. ഫ്രം ദ സ്പില്ലിങ് ഓവർ ദ ഫ്ലോർ. സ്പിൽ എന്ന് പറഞ്ഞാൽ തെറിക്കുക. അപ്പോൾ ഈ പാല് പെട്ടെന്ന് തട്ടിക്കഴിഞ്ഞാൽ ഒന്നായിട്ട് തെറിക്കൂലേ, അപ്പോൾ ആ തെറിക്കുന്നതിനെ തൊട്ട് അവൻ എന്ത് ചെയ്തു, വളരെ എന്താ പറയുക, ഡേഞ്ചറസ് അല്ലെങ്കിൽ വളരെ കൃത്യതയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ വളരെ എന്താ പറയുക പ്രിക്കാരിയസ്ലി എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മയോട് കൂടിയിട്ട് ആ തെറിക്കുന്നതിൽ നിന്ന്, ഫ്ലോറിൽ പാല് തെറിച്ച് വീഴുന്നതിനെ തൊട്ട് അവൻ രക്ഷിച്ചു, അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു. അപ്പോൾ തെറിച്ച് വീണില്ല അർത്ഥം. പെട്ടെന്ന് തട്ടുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോലെ പാത്രം. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇറ്റ് കുഡ് മേക്ക് നത്തിങ് ഓഫ് മിൽക്ക് ഇൻ ദ ഗോഡ്. അപ്പോൾ ഇറ്റ് കുഡ് മേക്ക് നത്തിങ് ഓഫ് മിൽക്ക് ഇൻ ദ ഗോഡ്. ഇറ്റ് കുഡ് മേക്ക്, നമ്മളുടെ ഫോണ് കുഡ് മേക്ക് നത്തിങ് ഓഫ് മിൽക്ക് ഇൻ ദ ഗോഡ്. അപ്പോൾ ആ പാത്രത്തിലുള്ള ഒരു മിൽക്കും എന്താണ്, അത് ഒന്നും തന്നെ അവന് കുടിച്ചില്ല, അല്ലെങ്കിൽ അവനൊന്നും ചെയ്തില്ല എന്നർത്ഥം. ഇറ്റ് കുഡ് മേക്ക് നത്തിങ്, ഒന്നും ആക്കിയില്ല, ഓഫ് ദ മിൽക്ക് ഇൻ ദ ഗോഡ്. ആ ഗോഡിലുള്ള മിൽക്ക് ഒന്നും തന്നെ എന്തില്ല, ഒന്നും ചെയ്തില്ല എന്നർത്ഥം. അപ്പോൾ ആ പാലൊക്കെ പാത്രത്തിലാക്കി കൊടുത്തപ്പോൾ അത് കുടിച്ചില്ല, അത് തട്ടി. അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ വേറൊരു ഐഡിയ പ്രയോഗിക്കുകയാണ്. എന്താ നോക്കുക. ഹി ഡിപ്പ്ഡ് ഹിസ് ഫിംഗേഴ്സ്. അവൻ എന്ത് ചെയ്ത്? ഡിപ്പ് പറഞ്ഞാൽ മുക്കി. ഹിസ് ഫിംഗേഴ്സ്, അവൻ്റെ കൈകൾ മുക്കി. ഇൻ ദ മിൽക്കിൽ അവൻ്റെ കൈ മുക്കി. ആൻഡ് ത്രസ്റ്റ്, എന്നിട്ട് അവൻ തള്ളി. ദം ഇൻ ടു ദ ഫോൺ സോഫ്റ്റ് വെറ്റ് മൗത്ത്. എന്നിട്ട് ആ വിരലിനെ ത്രസ്റ്റ് ഓൻ തള്ളി അല്ലെങ്കിൽ വെച്ച് കൊടുത്തു. ഇൻ ടു ദ ഫോൺസ് സ്റ്റോഫ് വെറ്റ് മൗത്ത്, ഫോണിൻ്റെ മറ്റേ തൊള്ളയിൽ ഇങ്ങനെ അവൻ്റെ വിരൽ വെച്ച് കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ ആ മാൻ എന്ത് ചെയ്തിട്ടില്ല, ഈ പാലിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് പെട്ടെന്ന് തട്ടി മാറ്റി. അപ്പോൾ അവനൊരു ഐഡിയ ചെയ്ത് എന്ത്, പാലിൽ ആദ്യം അവൻ്റെ വിരൽ മുക്കിയിട്ട് ആ വിരലെന്ത് ചെയ്തു, തൊള്ളയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു, വായിൽ വെച്ച് കൊടുത്തു. ഫോണിൻ്റെ, മാൻകുട്ടിയുടെ ഫോണിൻ്റെ തൊള്ളയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു. ഇറ്റ് സക്ക്ഡ് ഗ്രീഡിലി എന്ന് പറഞ്ഞാൽ ആർത്തിയോടെ. അപ്പോൾ ആ ടേസ്റ്റ് എന്ത് ചെയ്തു, മെല്ലെ ആ വിരലൊക്കെ എന്ത് ചെയ്തു, ഇങ്ങനെ സക്ക് ചെയ്തു, നക്കി. വെൻ ഹി വിത്ഡ്രോ ദം, പെട്ടെന്ന് എന്ത് ചെയ്തു, അവൻ അത് കൈ വലിച്ചു. ഇറ്റ് ബ്ലീറ്റഡ്, ആ വലിച്ച സമയത്ത് ഇറ്റ് ബ്ലീറ്റഡ്, അതൊരൊച്ച ഉണ്ടാക്കി. ബ്ലീറ്റ് നമ്മൾ അർത്ഥം പഠിച്ചതാണ്, ഒരൊച്ച ഉണ്ടാക്കി. ഫ്രാൻറ്റിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ക്രാസിലി ഒരു ജിജ്ഞാസയോട് കൂടിയിട്ട് ഓൻ എന്ത് ചെയ്തു, പെട്ടെന്നൊരു ഒച്ച ഉണ്ടാക്കി. ആൻഡ് ബട്ടഡ് ഹിം, ഓനൊന്ന് തട്ടി. അപ്പോൾ എന്ത് ചെയ്ത്, ഹി ഡിപ്ഡ് ഹിസ് ഫിംഗർ അഗെയിൻ, ഒന്നുകൂടി ആ പാലിൽ മുക്കി. ആൻഡ് ആസ് ദ ഫോൺ സക്കഡ്, അപ്പോൾ ഫോൺ എന്ത് ചെയ്തു, അതിങ്ങനെ നക്കി. ഹി ലോവേർഡ് ദം സ്ലോലി, അപ്പോൾ ആ ചുണ്ട്, അവൻ്റെ തല ഉണ്ടല്ലോ, ആ ഫോണിൻ്റെ തല, മാൻപേയുടെ തല വെല്ല ഇങ്ങനെ അടിയിക്ക് താത്തി ഇൻ ടു ദ മിൽക്കിലേക്ക്. ദ ഫോൺ ബ്ലൂ ആൻഡ് സക്കഡ് ആൻഡ് സ്നോട്ടഡ്. അപ്പം എന്ത് ചെയ്തു, ഫോണ് നമ്മുടെ മാൻപേയുടെ ബ്ലൂ എന്ന് പറഞ്ഞാൽ വലിച്ചു എന്ന് പറഞ്ഞ അർത്ഥം, അല്ലെങ്കിൽ ഊതുക എന്നറിയില്ലേ. ആൻഡ് സക്കഡ്, അത് നക്കി. ആൻഡ് സ്നോട്ട് എന്ന് പറഞ്ഞാൽ മെയ്ഡ് എ സൗണ്ട് ഓഫ് ബ്രീത്ത് ത്രൂ ഇറ്റ്സ് നോസ്. അപ്പോൾ ആ പാലിലേക്ക് വെച്ചപ്പോൾ അതൊരു ബ്ലൂ, ഒരു സൗണ്ട് ഉണ്ടാക്കലും, അതുപോലെ തന്നെ ആ പാലിലൊന്ന് നക്കി. ആൻഡ് സ്നോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു മൂക്കോണ്ട് ഉണ്ടാക്കുന്ന സൗണ്ടാണ്. നമ്മൾ സാധാരണ ഈ ആട്ടുകുട്ടികളൊക്കെ അവർക്ക് കഞ്ഞിവെള്ളം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ എൻ്റെ വീട്ടിലൊരു ആട്ടുകുട്ടി ഉണ്ടായിരുന്നു. അതെന്താണ്, ഈ മുമ്പ് അപ്പോൾ അതിന് പിണ്ണാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് കഞ്ഞി കുടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഇത് കുടിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ വല്യമ്മക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, പിണ്ണാക്ക് ആദ്യം കൈമേലെടുക്കും, എന്നിട്ട് അതിൻ്റെ തൊള്ളേക്ക് ഇങ്ങനെ വെച്ചെടുക്കണ മാതിരി കാണിച്ചിട്ട് ആ കഞ്ഞിൻ്റെ വെള്ളത്തിൽ ഇടും. അപ്പം എന്ത് ചെയ്യും, അത് കഞ്ഞിൻ്റെ വെള്ളത്തിൽ പിണ്ണാക്ക് തപ്പണമാതിരി ഫുള്ള് എന്ത് ചെയ്യും, കുടിക്കും. ഇതേപോലത്തെ ഒരു ഐഡിയ ആണ് എന്തത് ഈ നമ്മുടെ ജോഡി ചെയ്തത്. ആദ്യം പാലാണ് എന്ന് ഇതിന് മനസ്സിലാവേണ്ടത്, ഇത് മാൻകുട്ടിയല്ലേ. അപ്പോൾ പാലിൽ കൈ കുത്തിയാണ്ട് ആദ്യം വിരലന്ന് നക്കി കൊടുത്തു. അപ്പോൾ അതിന് ടേസ്റ്റ് മനസ്സിലായപ്പോൾ എന്ത് ചെയ്ത്, മെല്ലെ തല താത്തി ആ പാൽ കണ്ട് വെച്ചു കൊടുത്തു. അപ്പോൾ അപ്പോൾ ആ സമയത്ത് ഒന്ന് ശബ്ദമൊക്കെ ഉണ്ടാക്കി അതൊന്നായിട്ട് നക്കി കുടിച്ചിട്ട് ലാസ്റ്റ് ഈ ആട്ടുകുട്ടികളൊക്കെ കാണും ഒരു ചീറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചീറ്റലൊക്കെ കാണും. അതേപോലെ ഇതൊരു മൂക്ക് കൊണ്ട് ചീറ്റുന്നൊരു ശബ്ദം ഉണ്ടാക്കി. ഇറ്റ് സ്റ്റാമ്പഡ് ഇറ്റ്സ് സ്മോൾ ഹൂഫ്. ഇറ്റ് സ്റ്റാമ്പഡ്, അതിങ്ങനെ ചവിട്ടി നിന്നു. ഇറ്റ്സ് സ്മോൾ ഹൂഫ്, അതിൻ്റെ ഹൂഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ കാൽപാദം ഇങ്ങനെ ചവിട്ടി നിന്നു. ഇംപേഷ്യൻ്റ്ലി എന്ന് പറഞ്ഞാൽ ക്ഷമയില്ലാതെ, കാരണം ഇത് ടേസ്റ്റ് മനസ്സിലായപ്പം കുടിക്കാനുള്ള ക്ഷമയില്ലാതെ ഇങ്ങനെ നിന്നു. ആസ് ലോങ് ഈസ് ഹെൽഡ് ഹിസ് ഫിംഗർ blew the level of the milk, as long as he held his finger, അവൻ ആ വിരൽ പിടിക്കുന്ന സമയത്തോളം below the level of the മിൽക്കിൻ്റെ എന്താണ് അടിയിലേക്ക് വെച്ചു. the phone was content, ആ ഫോണ് അവിടെ സ്ഥിരമായിട്ട് നിന്നു. ഇറ്റ് ക്ലോസ്ഡ് ഇറ്റ്സ് ഐസ് ഡ്രീമിലി, അങ്ങനെ കുടിക്കുന്ന സമയത്ത് ഇറ്റ് ക്ലോസ്ഡ്, അത് അടച്ചു. ഇറ്റ്സ് ഐസ്, എൻ്റെ കണ്ണ്. ഡ്രീമിലി എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുന്ന പോലെ അടച്ചു എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കണ്ണടച്ചു. ഇറ്റ് വാസ് എ എക്സ്റ്റാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹാപ്പിനെസ്. ഇറ്റ് വാസ് എക്സ്റ്റാസി ടു ഫീൽ ഇറ്റ്സ് ടങ് അഗെയിൻസ്റ്റ് ഹിസ് ഹാൻഡ്. അപ്പോൾ ഇറ്റ് വാസ് എക്സ്റ്റാസി ടു ഫീൽ ഇറ്റ്സ് ടങ്, അതിൻ്റെ ആ നാവ്, അഗെയിൻസ്റ്റ് ഹിസ് ഹാൻഡ്, അവൻ്റെ നാവിലേക്ക് അല്ല അവൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ എന്താണ് വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ നീട്ടി. ഇറ്റ്സ് സ്മോൾ ടൈൽ, അത് പാല് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇറ്റ്സ് സ്മോൾ ടൈൽ, അതിൻ്റെ ചെറിയ വാല് ഫ്ലിക്കഡ്, അത് മെല്ലെ ഇങ്ങനെ ചെറുതായിട്ട് അടിച്ചു. ബാക്കും ആൻഡ് ഫോർത്ത്, മുന്നുക്കും ബാക്കും. ദ ലാസ്റ്റ് ഓഫ് ദ മിൽക്ക് വാനിഷ്ഡ്, പാലിൻ്റെ അവസാനവും കാലിയായി. കാലിയായി. ഇൻ എ സ്വേൾ ഓഫ് ഫോം, ലാസ്റ്റ് കുടിക്കുമ്പോൾ ഉണ്ടാവല്ലോ എന്നിട്ട് ഒരു ഫോം അവിടെ രൂപപ്പെട്ടു. ദ ലാസ്റ്റ് ഓഫ് ദ മിൽക്ക് വാനിഷ്ഡ് ഇൻ എ സ്വേൾ എന്ന് പറഞ്ഞാൽ ഒരു ചുയി, ലാസ്റ്റ് ഇങ്ങനെ ഒരു ചുയി ഓഫ് ഫോം, ആ പതയുടെ ഒരു ചുയി ഉണ്ടായി. ആൻഡ് ഗേഗിളിങ് എന്ന് പറഞ്ഞാൽ ഗുളുഗുളു ശബ്ദത്തോട് കൂടിയിട്ട് കുടിക്കുക. ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ചായ വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സൗണ്ടൊക്കെ കാണാം. അവസാനമാവാൻ നേരത്തെ അവർ പല്ലുമ്മ വെച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ കുടിക്കുന്ന ഒരു സൗണ്ട്. അപ്പം അതേപോലെ അതും ചെയ്തു, കുടിച്ച് പാലൊക്കെ കുടിച്ചു എന്നർത്ഥം. ഓക്കെ, പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ എക്സസൈസുകളൊക്കെ പഠിക്കണം. ഓക്കെ, വാഖിർ ദഅവാന പാഠം ശരിക്ക് വായിച്ച് അർത്ഥമൊക്കെ മനസ്സിലാക്കി വെക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.